ഈ ഓപ്പൺ എയറിൽ ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. ആ സെറ്റിങ്സ് ഒക്കെ കണ്ട നല്ലൊരു അറ്റ്മോസ്ഫിയറൊക്കെ ആയിരുന്നു. പക്ഷേ കാറ്റ് ഞങ്ങളെ ചതിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ശരിക്കും ഞങ്ങൾക്കൊരു കുഞ്ഞു ക്വാർട്ടേഴ്സ് ഉണ്ട്. ക്വാർട്ടേഴ്സിനകത്ത് ഒരു ചെറിയൊരു അടുപ്പും സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ട് പോയി എന്താണ് കുക്ക് ചെയ്യുന്നത്, ആ സ്പെഷ്യൽ ഐറ്റം നിങ്ങൾക്ക് കാണാം. ഇതാണ് നമ്മുടെ ക്വാർട്ടേഴ്സ്. ഇതിനകത്ത് വെച്ച് കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. അതായിരിക്കും നല്ലത്. ഹലോ, ചിക്കൻ ഫ്രൈ, ചിക്കൻ ചില്ലി, ചിക്കൻ്റെ അങ്ങനെ പല പല വെറൈറ്റികൾ കഴിച്ച് മടുത്തവരാണ് നമ്മൾ മലയാളികൾ അല്ലേ. അപ്പോൾ ശരിക്കും ഇത് സൺഡേ ആയതുകൊണ്ട് എൻ്റെ സ്വന്തമായിട്ട് ചിക്കനിൽ ഒരു പുതിയ റിസർച്ച് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഉടലെടുത്ത പുതിയൊരു ഐഡിയയാണ് പർപ്പിൾ ചിക്കൻ. അത് പർപ്പിൾ ചിക്കൻ. വോ, സൂപ്പർ സൂപ്പറാണോ? സൂപ്പറല്ലേ? ഇത് ഇതെന്ന് പറയുന്നത് പർപ്പിൾ ചിക്കൻ. നമ്മൾ മസാല എല്ലാം പുരട്ടി വെച്ചേക്കുന്നു. പർപ്പിൾ ചിക്കൻ കോമ്പിനേഷനായിട്ട് പർപ്പിൾ ചപ്പാത്തി വെച്ചിട്ടുണ്ട്. അടിപൊളിയല്ലേ? വാവ്, നല്ല മസാല എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത മസാലകൾ എന്തൊക്കെയാണെന്ന് പറയാം. ചിക്കൻ നല്ല വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കി അതിനകത്ത് ആഡ് ചെയ്ത മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, മസാല, പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബീട്രൂട്ടാണ്. ബീട്രൂട്ട് ഒരു പർപ്പിൾ കളർ കിട്ടാനായിട്ട് ബീട്രൂട്ടാണ് ആഡ് ചെയ്തത്. അപ്പം ആ ബീട്രൂട്ട് തന്നെ കുറച്ചെടുത്തൊരു ചപ്പാത്തിക്കകത്ത് ആഡ് ചെയ്ത് മൊത്തം ഒരു പർപ്പിൾ ഡേ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചപ്പാത്തിക്ക് മാവ് കൂടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഇൻഗ്രീഡിയൻ്റ് എല്ലാം കൂടെ എങ്ങനെ മിക്സ് ചെയ്യുമെന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇവിടെ ക്വാർട്ടേഴ്സ് ആയതുകൊണ്ട് ശരിക്കും നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല. ഈ ഒരു കോപ്പ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ ചെരുപ്പ് കുരിക്കോ, കുഴപ്പമില്ല. ഓക്കെ, കുരിക്കട്ടെ. എടുത്തിരിക്കുന്നത് മാത്രം നോൺ വെജ്, ഇത് നോൺ സ്റ്റിക്ക് മാത്രം, ട്രഡീഷണൽ അല്ല. അത് കോപ്പ, അതുപോലെ തന്നെ ചിരട്ടയിലാണ് നമ്മൾ ഈ പറഞ്ഞ മസാലാസ് എല്ലാം എടുത്തിരിക്കുന്നത്. അപ്പം ഒരുപാട് പാത്രങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടാതിരിക്കാൻ വേണ്ടി ഇങ്ങനൊരു സംഭവം എടുത്തിട്ടുണ്ട്. പല അറകളിലായിട്ട് മസാലാസൊക്കെ ചേർക്കുന്നത്. അപ്പം നമുക്ക് ഒരുപാട് ക്വാർട്ടേഴ്സിലായിട്ട് ഒരുപാട് പാത്രങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നത് അനാവശ്യമായതുകൊണ്ട് വളരെ പാത്രങ്ങൾ വളരെ ചുരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, വാ കുക്ക് ചെയ്ത്. പർപ്പിൾ ചിക്കൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് നല്ല ഭംഗിയായിട്ട് നല്ല മഷി പോലെ അരച്ചിവിടെ വെച്ചിട്ടുണ്ട്. ആ ഒരു മഷി പോലെ അരച്ച ബീട്രൂട്ടാണ് ഇവിടെ ചിക്കന് കളർ കൊടുക്കാനായിട്ട്, നാച്ചുറൽ കളർ നൽകാനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്, നല്ല മഷി പോലെ അരച്ച ബീട്രൂട്ട്. അടുത്തത് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിനകത്ത് ബീട്രൂട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളം കുറച്ച് ഇത് നമുക്ക് അറിയാൻ പറ്റിയ എക്സസ് ആണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കോൺഫ്ലോറോ അരി പൗഡറോ ചേർക്കാവുന്നതാണ്. അപ്പം ഒരു ഗ്രേവി ഇന്ന് വളരെ തിക്കാവും. അതിനോടൊപ്പം തന്നെ ഉപ്പും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ മസാലക്കൂട്ടെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, മുളക് പൊടി എല്ലാം ഇതിനകത്തുണ്ട്. ഇതെല്ലാം നമ്മൾ ആവശ്യാനുസരണം, നമുക്ക് ചിലർക്ക് എരിവ് കൂടുതലായിരിക്കും, ചിലർക്ക് എരിവ് കുറവായിരിക്കും, അതനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. പിന്നീട് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാല കുറച്ചുകൂടി എനിക്കൊരു സ്മെല്ല് കുറവാണെന്ന് തോന്നിയിട്ടുണ്ട്, കുറച്ചുകൂടെ ചേർത്തിട്ടുണ്ട്. നമുക്ക് മണം കുറവാണെന്ന് തോന്നുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ, നമുക്ക് ഈ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മസാലകളൊന്നും അല്ല എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പം കിട്ടിയ മസാലയിൽ നമുക്കിങ്ങോട്ട് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പം മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം അരപ്പൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ അവിടെ ഇരിക്കട്ടെ. ഒരു 30 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കണം. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ലഞ്ചിനായിട്ട് ഞാനിവിടെ ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നു. ചെറിയൊരു ഐഡിയ ഉണ്ട്. ശരിക്കും ആ ബീട്രൂട്ട് മിക്സിയിലടിച്ച് നല്ല തിക്ക് ഗ്രേവിയായിട്ട് ചിക്കന് ചേർത്തതിന് ശേഷം വന്ന ബീട്രൂട്ട് അധികമുണ്ട്. അപ്പോൾ ചെറിയൊരു ഐഡിയയിൽ ഒരു പർപ്പിൾ കളർ ചപ്പാത്തിക്ക് കിട്ടാനായിട്ട് ഞാനിതിൻ്റെ ബീട്രൂട്ട് ഗ്രേവി കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. ബീട്രൂട്ട് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഒരിക്കലും ആ ഒരു ബീട്രൂട്ടിൻ്റെ സ്മെല്ല് ചപ്പാത്തിക്ക് ഉണ്ടാവില്ല, അതുപോലെ തന്നെ ചിക്കനും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ മാവ് ശരിക്കും സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഒരു നല്ല പർപ്പിൾ കളറായിട്ടുള്ള മാവ് വന്നിട്ടുണ്ട്. കണ്ടാൽ തന്നെ നല്ല ഭംഗിയുണ്ട്. ശരിക്കും ഒരു കേക്കിൻ്റെയൊക്കെ ഒരു ബാറ്റർ പോലെ തോന്നുന്നുണ്ടല്ലേ. അപ്പം നല്ല സോഫ്റ്റായിട്ട് ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. പർപ്പിൾ ചപ്പാത്തി ചുട്ടെടുക്കാൻ പോവുകയാണ്.
കളർ ഉണ്ടോ? നല്ല പർപ്പിൾ കളറിൽ വന്നിട്ടുണ്ട്. ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഓരോ ചപ്പാത്തിയും ചുട്ടെടുക്കാം. അരമണിക്കൂർ മാറിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനാണ്. നമ്മളിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. എണ്ണയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എണ്ണ നല്ല ഫ്രൈ ചെയ്യാൻ പരിപാടിയൊന്നും ഇല്ല, ആയിട്ടില്ല. എണ്ണ കുറച്ചുകൂടെ ചൂടാവാനുണ്ട്. ഈ ചിക്കനകത്ത് അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ടിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ പീസായതുകൊണ്ട് എത്ര വേഗം വിശ്വസിക്കുന്നു. അതുപോലെ കുറേ നേരം നമ്മളിത് അരപ്പൊക്കെ തേച്ച് വെക്കുന്നേ ഉള്ളൂ. ഈ കുക്ക് ചെയ്യുമ്പോഴേ ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ ഒരു പേടി നമ്മൾ പൊട്ടിത്തെറിക്കുന്ന ഒരു പേടി വരും. അതുകൊണ്ട് ആ ഒരു പേടി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നടത്തി വെച്ച് കഴിക്കാം. ഓക്കെ, സൺഡേ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ബീട്രൂട്ട് ചേർത്ത പർപ്പിൾ ചിക്കൻ. ഇതാണ് പർപ്പിൾ ചിക്കൻ. ഇതാണ് പർപ്പിൾ ചിക്കൻ. പർപ്പിൾ ചിക്കൻ്റെ കോമ്പിനേഷനായി പർപ്പിൾ ചപ്പാത്തി. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി ഈ പർപ്പിൾ ചപ്പാത്തി ഒന്ന് പിച്ച് പർപ്പിൾ ചിക്കനെ ഒന്ന് പിടിച്ച് രണ്ടും കൂടെ കൂട്ടി തറയാൻ നിൽക്കത്തില്ല, അത്ര പൊളി. അപ്പം ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. കുഞ്ഞാറ്റിക്കുള്ള ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.